ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. വെയിലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഹയാസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് വരും. അപ്പൊ ബസ്സിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളായിട്ട് ഇറങ്ങിയേക്കണേ കേട്ടോ. ഇൻട്രോ പറഞ്ഞിരിക്കാതെ തന്നെ ഹയാസിന്റെ സ്കൂൾ ബസ് ഇങ്ങ് എത്തിട്ടോ. 4 മണിക്കാണ് ഹയാസിന്റെ സ്കൂൾ ബസ് വരുന്നത്. അപ്പൊ എല്ലാവരും എന്താ മക്കളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കാണ്. ഹയാസ് സ്കൂളിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ വീടെത്തുന്നവരെ ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കും കേട്ടോ. അപ്പൊ ആ ഒരു മന്ദതയിലാണ് തിരിച്ചവന്റെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ഹയാസിന്റെ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവരിൽ ആരെങ്കിലും ആയിരിക്കും കേട്ടോ ബാഗൊക്കെ പിടിക്കുന്നത്. ആശാനിക്ക് ബാഗൊന്നും വേണ്ട, നേരെ വന്ന് വണ്ടിയിലേക്ക് കയറാണ്. ആ ഉറക്കത്തിന്റെ ഒരു മന്ദത മാറണം എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരുന്നും നിന്നും നടന്നും കിടന്നും ഒക്കെ കൈയും കാലൊക്കെ ഒന്ന് നിവർത്തിയൊക്കെ സെറ്റായി വരണോട്ടോ. ഇനി വീട്ടിലേക്ക് കയറുന്നില്ല, നേരെ എന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതാണ് ഹയാസിനെയും കൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ സെറ്റായി ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വന്നത്. ഹംന ഇത്രയും നേരം ഇക്കാന്റെ കയ്യിൽ ഇരിക്കായിരുന്നല്ലോ. അവിടെ നിന്ന് ബാക്കിലേക്ക് വന്നതിന്റെ ഒരു വിഷമവും സങ്കടമാണ് കേട്ടോ കൊച്ചിന്റെ മുഖത്തിൽ കാണുന്നത്. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഹംനാക്കും ചെറിയ രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഉമ്മി എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഒപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ അവള് ഓക്കെ ആയിട്ടൊക്കെ ഇരുന്ന് തരുന്നുണ്ട്. ഹയാസ് സ്കൂളിൽ നിന്ന് വരുന്ന കോലം കണ്ടില്ലേ, ആ മുടിയൊക്കെ അങ്ങ് ചിക്കി ചെകഞ്ഞ് രാവിലെ എത്രയോ മെനക്ക് വിടുന്നതാണ്. അല്ലെങ്കിലും മക്കളൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണല്ലേ, നമ്മളും ചെറുതിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതാ നിമിഷ നേരം കൊണ്ട് എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വരുന്ന വഴി ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഈ ഒരു ചീറ്റൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പഫ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പഫ്സിന്റെ കൂടെ സോസ് ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അബ്ബദേ ഭയങ്കര ഐഡിയ ഒക്കെ ചെയ്തേക്കാണ്. ആ ചീറ്റൂസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് അതിങ്ങനെ കഴിക്കാണ് രണ്ടുപേരും കൂടിയിട്ട്. ഇപ്പൊ ഈ മിഠായി സംഭവങ്ങളെല്ലാം മിക്കവാറും ഞങ്ങൾ ഒരു പീസൊക്കെ വാങ്ങിക്കാറുള്ളൂ. ഹംനാക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങിക്കാറില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും 2 എണ്ണം വെച്ച് വാങ്ങിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഞങ്ങൾ ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ പഫ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നല്ല ചൂടോടുകൂടി പഫ്സ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. നോർമൽ ബേക്കറീസിലൊക്കെ കിട്ടുന്ന ഒരു ഓവർ സൈസ് പഫ്സ് അല്ല കേട്ടോ, ഇതൊരു മിനിമൽ സൈസ് ആണ്. നല്ല ക്രിസ്പിയാണ്, ഡവിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിച്ചു. ഹേ ഗൈസ്, നമ്മൾ അങ്ങനെ 2 മക്കളെയും വീട്ടിൽ ഉമ്മിച്ചിട്ട് അടുത്താക്കിയിട്ടുണ്ട്. ഹംന അത്യാവശ്യം ചെറിയ രീതിയിൽ കറിയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പിള്ളേരാക്കിയിട്ട് ഞങ്ങൾ ലുലുവിലേക്കാണ് പോണത്. അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. കുറെ ദിവസമായി പോവാൻ നടക്കണത്. പിന്നെ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും പോയി വാങ്ങിക്കണം. ഓഫീസിലേക്കും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും നോക്കാനും എല്ലാം ഉണ്ട്. ഒരു ബിഗ് പർച്ചേസിങ് ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഒന്നും ഉണ്ടാവൂല. കാരണം നമ്മ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പോകുമ്പോ നമുക്കൊന്നും കിട്ടൂല, വേണ്ട സാധനങ്ങളൊന്നും കിട്ടാറില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണെന്നുള്ളത്. കുറെ നാളായി നമ്മളിങ്ങനെ ലുലുവിൽ പോണ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ എന്തൊക്കെയാ വാങ്ങിക്കണമെന്ന് നിങ്ങളെയും കാണിച്ചു തരാലോ. പിന്നെ എന്താ പറയാൻ വന്നേ, എന്താ നിക്കാ നേരത്തെ പറയാൻ വന്നേ? ഇക്കാക്ക് ഇത്രയും നേരം ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടോ? പറ. പൊല്യൂഷൻ. ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് പൊല്യൂഷൻ കൂടിയ സ്ഥലത്തേക്ക് കൂടിയാണ്. എടയാറ്, പാതാളം, ആ റൂട്ടാണ്. ഇപ്പൊ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ആ പാതാളം പാലം അല്ലേ അത്, അവിടെ എത്തുമ്പോ ഇങ്ങനെ ഫുൾ കോടമഞ്ഞിന്റെ രൂപത്തിലാണ്. പക്ഷെ എല്ലാവരും പുറത്തുനിന്നൊക്കെ തന്നെ ഫോറിനേഴ്സ് ഒക്കെ അത് കാണുകയാണെങ്കിൽ വോ ഇത് മറ്റേ സ്നോ ഫോളിങ് ആണെന്നൊക്കെ വിചാരിക്കും. നമുക്ക് ഇതല്ലേ എളുപ്പം, ഇതില് ഈ എൻട്രൻസിൽ കൂടെ കയറാം അല്ലേ. അപ്പൊ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെ, ഫോറിനേഴ്സ് മീൻസ് ഈ ടൂറിസ്റ്റ് ഒക്കെ വരണമെങ്കിൽ അവർ വിചാരിക്കും ഭയങ്കര സ്നോ ഫോളിങ് ആണെന്ന്. സംഭവം എന്താന്ന്, ഈ കമ്പനി പോക ഇവിടെ എന്താണ്. കാരണം അതുകൊണ്ട് നമ്മൾ ഈ ചില്ലൊക്കെ അടച്ച് ഉള്ളിലിരിക്കണോണ്ട് വലിയ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ 2 വീലറാണ് ഇങ്ങനെ മൂക്ക് പൊത്തിയാണ് ഇതിൽ കൂടെ വന്നത്. അത്രക്ക് സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. ഈ മഴ പെയ്യണ സമയമാകുമ്പോഴേക്കും ഭയങ്കര പുകയായിരിക്കും. ഇതൊക്കെ ഇനി എപ്പോൾ മാറാൻ, ഇതൊന്നും മാറൂലല്ലോ എന്തായാലും. പൊള്യൂട്ടഡ് ഏരിയ ആണ് ഓൾറെഡി അല്ലേ. അങ്ങനെ അപ്പൊ നമ്മൾ പോവാണ്. മക്കളെ 2 പേരെയും കൊണ്ടുപോയി ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ഇടയിൽ കൂടെ പിള്ളേരും ഇടങ്ങേറാവുള്ളൂ. അവർക്ക് കുറച്ച് കഴിയുമ്പോ മടുക്കും നമ്മുടെ കൂടെ വന്ന്. നമ്മളീ നടന്ന് നോക്കി കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴേക്കും. ഇതാകുമ്പോ അവര് സേഫ് ആയിട്ട് വീട്ടിലിരിക്കും. ഹയാസിന് പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഹയാസ് ഓക്കെയാണ്. ഉമ്മി അബേ ലുലുവിൽ പോണേണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നേക്കണത്. അപ്പൊ പക്ഷെ അവൻ ഓക്കെയാണ്. ഹംനയാണ് പിന്നെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടിരിക്കണത്. എന്തൊക്കെയാ ചിരിച്ചത്, എന്താണ്? ഒന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ പോവാം ഗൈസ്.
നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണിയായിട്ടുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബ്ലോഗ്സ് ഒന്നും കിട്ടില്ലെന്നാണ് വിചാരിച്ചത്. എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയോടുകൂടി നമ്മൾ ലുലുവിലേക്ക് എത്തി. ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യം എങ്ങോട്ടേക്ക് തിരിയണം എന്നുള്ളതാണ് കേട്ടോ ഇക്കാകെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ എസ്കലേറ്റർ കയറി ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും അവിടുത്തെ തിരക്കുണ്ട്. ആദ്യം തന്നെ അങ്ങോട്ടേക്ക് കയറാൻ ഓർത്തു. അങ്ങനെ ഒരു ട്രോളി ഒക്കെ എടുത്തിട്ടുണ്ട്. ഹയാസിന് പേസ്റ്റും ബ്രഷും വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ട്രോളി ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഹംനാക്കിനായി യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ പൗഡറാണ്. ജസ്റ്റ് ആ കണ്ണൊക്കെ എഴുതുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും പൗഡർ യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിലിരിക്കുന്ന പൗഡർ എടുക്കാതെ ഏറ്റവും ബാക്കിൽ നിന്ന് തപ്പി പിടിച്ചെടുത്ത് ഇനി ഇക്കാക്ക് എന്നെ ട്രോളുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നെ പോലെ ഫ്രണ്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാതെ ബാക്കിൽ നിന്ന് സാധനങ്ങൾ തപ്പി പിടിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതാ ഒരു ന്യൂട്ടെൽ എടുത്തിട്ടുണ്ട്. ന്യൂട്ടെല്ലൊക്കെ ഒന്നും നമ്മുടെ വീട്ടിൽ അധികം ഐസ് ഉണ്ടാവാറില്ല കേട്ടോ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബോട്ടിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആ പേസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോഴേക്കും ഞാൻ ട്രോളി ഇത്രയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയ്യ്, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, തേയില, അങ്ങനെ അല്ലറ ചില്ലറ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ലുലുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കാതെ എടുക്കുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് ഡിറ്റർജന്റ്. ഇത് എന്റെ മാത്രം ഏരിയ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇതെന്തായാലും സ്റ്റോർ ചെയ്യണമല്ലോ. ഇനി ഒരു 2-3 മാസത്തേക്ക് ഇക്കാക്ക് ഇതെന്തായാലും വാങ്ങിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പിന്നെ ഞാൻ എല്ലാ കളറിലെയും ക്യാപ്സിക്കം ഓരോന്ന് വീതം എടുത്ത് ഓരോ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ വന്നാൽ മാത്രമാണ് നടക്കാറുള്ളൂ. പിന്നെ കുറച്ച് സവാളയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബ്രക്കോളി ഏറ്റവും ചെറിയ സൈസ് നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തപ്പി പിടിക്കുന്നത്. ഹയാസ് ഭയങ്കര ഹെൽത്തി ഫുഡാണെന്ന് പറഞ്ഞിട്ട് ബ്രക്കോളിന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ പോർഷനൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റിർ ഫ്രൈ പോലെയൊക്കെ ചെയ്ത് അവന് കൊടുക്കാറുണ്ട്. അടുത്ത ദിവസത്തെ ലഞ്ച് ബോക്സിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണാട്ടോ. പിന്നെ എനിക്ക് ഇതിന് വലിയ കാര്യമായിട്ട് ഇത് എങ്ങനെ നോക്കി എടുക്കണം എന്നൊന്നും അറിയില്ല. ഉള്ളതിന്ന് എനിക്ക് കാണാൻ ലുക്ക് ഉള്ളതും ഏറ്റവും ചെറുതായിട്ട് തോന്നിയത് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത എന്റെ ഏരിയ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ മാംഗോസ്റ്റിൻ എടുക്കാണ്. ഈ മാംഗോസ്റ്റിൻ എടുക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് ആ ഒരു കുനുകുനാന്നുള്ള ഒരു നെട്ട് ഉണ്ടാവുമല്ലോ, അതിന്റെ കൗണ്ട് അനുസരിച്ചായിരിക്കും അതിന്റെ ഉള്ളിൽ തല്ലി എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അത് കൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ മംഗോസ്റ്റിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കിവി വാങ്ങി. അടുത്തതായിട്ട് സ്ട്രോബെറി സെക്ഷനിലേക്കാണ്. കുറെ സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്, കുറെ ബ്രാൻഡ്സിന്റെ. പക്ഷെ ഇത് നോക്കിയും കണ്ടും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പാരയാവും കേട്ടോ. കാരണം ഞാൻ എടുത്ത പാക്കറ്റ് ഇക്കാക്ക് ജസ്റ്റ് നോക്കിയപ്പോഴേക്കും എന്താ ചീന അളിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ അത് നോക്കിയും കണ്ടൊക്കെ എടുക്കണം. ഞാൻ പിന്നെ എടുത്താൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് ഇക്കാക്ക് തേടി പിടിച്ച് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഒന്നും പഴുത്തതായിട്ട് കാണുന്നില്ല. ചെറിയ രീതിയിൽ ഒരു പച്ചപ്പൊക്കെ ഉണ്ട്. എന്നാലും ചീനതിനേക്കാൾ ബെറ്റർ ആണെന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണാണ് കേട്ടോ എടുത്തത്. അടുത്ത ഞങ്ങളുടെ ഏരിയ ആണ് ഈ ഒരു ഫ്രോസൺ ഫുഡിന്റെ ഏരിയ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മിക്കവാറും നഗ്ഗറ്റ്സ് എടുക്കാറുണ്ട്, ചിക്കൻ നഗ്ഗറ്റ്സ്. ഇത് ഓൾറെഡി ഫ്രോസൺ ആണ്. പിന്നെ നമ്മൾക്ക് എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് അതിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹയാസ് അതിൽ ഓക്കെയാണ്. ഹയാസ് മാത്രമല്ല, പറയുമ്പോൾ ഹയാസിന്റെ പേര് പറഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇതെല്ലാം കഴിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെടുത്തു. പിന്നെ ഇപ്രാവശ്യം എക്സ്ട്രാ നമ്മളൊരു ചിക്കൻ പോപ്കോണും കൂടി ഫ്രോസൺ ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത്, ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ അതേ അമൂലിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഇത്തവണ എടുത്തത്. ലുലുവിന്റെ ആണ് എപ്പോഴും എടുക്കാറ്. അപ്പൊ അത് 9 mm ആണ് അതിന്റെ തിക്നെസ്. അത് കുറച്ച് ഓവറായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. അപ്പൊ ഇപ്രാവശ്യം 6 mm അമൂലിന്റെ കണ്ടുകൊണ്ട് അതിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ എടുത്തത്. പിന്നെ വീട്ടില് ഉമ്മിച്ച് പിള്ളേരെ നോക്കുന്നതുകൊണ്ട് ഞാൻ ഫുഡൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഒരു പാക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു. അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനും മയോണൈസും പത്തിരി അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങിട്ടോ ഇനി വീട്ടിൽ വന്നിട്ട് കഴിക്കാനായിട്ട്. ഇത്രയൊക്കെ ഞങ്ങൾ ഓടി നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അത്യാവശ്യം ടയേർഡായി. അപ്പൊ അവിടെ നിന്ന് തന്നെ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾ ഈ ഒരു ഷെയ്ക്ക് വാങ്ങി. അത് കൈയോടെ തന്നെ അവിടെ നിന്ന് പൊട്ടിച്ച് ഞങ്ങൾ 2 പേരും കുടിച്ചു. നേരെ വന്ന് ബില്ലിങ്ങിന് നിൽക്കാണ്. ബില്ലിങ്ങിനാണ് ഏറ്റവും വലിയ ക്യൂ കേട്ടോ. ഇത്രയും കൗണ്ടേഴ്സ് ഉണ്ടായിട്ടും ഇവിടുത്തെ ബില്ലിങ്ങിന്റെ തിരക്ക് അത് അന്യായം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ ബില്ലിങ്ങും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ബില്ലിന്റെ നീളമാണ് കേട്ടോ ഇക്കാക്കി അളന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാക്കാന്റെ അത്രയും സൈസ് ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബില്ല് കിട്ടിയ സന്തോഷത്തിൽ ഇക്കാക്കയും സാധനങ്ങൾ കിട്ടിയ സന്തോഷത്തിൽ ഞാനും ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയൊക്കെ പറഞ്ഞ് ബില്ലിന്റെ നീളം കുറെ അധികം നേരം നിന്ന് അങ്ങ് അളന്നിട്ട് ആ വാങ്ങിയ ജ്യൂസ് ഉണ്ടല്ലോ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പുറത്ത് വന്ന് കുറച്ചും കൂടിയും കുടിച്ചു. ആ ബോട്ടിലും അവിടെ തന്നെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ഇക്കാക്കാന്റെ ഫ്രണ്ടിന്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ അവിടെ കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നേ വാങ്ങി. ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് രണ്ടാമത് നടക്കണ്ടല്ലോ എന്ന് ഓർത്ത് അപ്പൊ അവിടെ തന്നെ കൊടുത്തിട്ട് ഗിഫ്റ്റ് റാപ്പും ചെയ്യാണ് കേട്ടോ. ഹൗസ് വാമിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടുത്ത വീഡിയോസിൽ കാണാം. ഇപ്രാവശ്യം ഈ ലുലുന്ന് റാപ്പ് ചെയ്ത ഈ ഒരു ഗിഫ്റ്റ് ബാക്കിന്റെ കവർ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ഒരു പേസ്റ്റൽ ഷെയ്ഡായിരുന്നു, കാണാൻ തന്നെ ഒരു എലഗന്റ് ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഇതാ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തതും വാങ്ങിയിട്ട് തിരിച്ചു വരാണ്. ഇനിയിപ്പോ നമുക്ക് ലുലുവിൽ നിന്ന് അധികം സമയം കളയണ്ട. കാരണം ഏതാണ്ട് 9 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോൾ. ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നോക്കാൻ ലുലു കണക്റ്റിലോട്ടൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ടൈം ആയതുകൊണ്ടും അവിടുത്തെ തിരക്കുകൊണ്ടും ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോകാൻ നിന്നില്ല കേട്ടോ. നേരെ നമ്മളിത് ട്രോളി എടുത്ത് താഴേക്ക് വന്ന് വണ്ടി കയറി വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്റെ ഉമ്മച്ചി ഉണ്ടല്ലോ ഈ ഗ്രിൽഡ് ചിക്കൻ ആ ഐറ്റംസ്
ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പൊ ഉമ്മച്ചിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പേര് പറയുമ്പോൾ ഉമ്മച്ചിയുടെ പറയെങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ. ഹയാസ് ഇവിടെ ഇരുന്ന് ഉമ്മച്ചിനോട് ഇന്നത്തെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ച പാടെ ഹംനാൻ ഉമ്മച്ചി മേലൊക്കെ കഴിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ഹംനതേ ഞാൻ ഫോൺ കാണിച്ചപ്പോ തന്നെ ടാറ്റ ബൈ ബൈ സീ യു പറയാണ് കേട്ടോ നിങ്ങളോട്. ഹംന ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് വ്ളോഗിങ്ങില്. പിന്നെ അതേ ഹയാസും കാണിക്കുന്നുണ്ട്. ഹയാസിന്റെ ആ ഒരു വകയായിട്ട് ഹയാസും ടാറ്റ ബൈ ബൈ സീ യു ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഇനിയിപ്പോ അധികം സമയം നിന്ന് കളയണ്ട, തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് ഉമ്മച്ചിയുടെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പോയിട്ട് വേണം ഉമ്മച്ചിക്ക് ഒന്ന് കിടന്നുറങ്ങാനായിട്ട്. ഇപ്പൊ സമയം ഒരു 11 മണി ആവാറായിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് കരിക്കൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി അബ്ബയും മോനും കൂടിയും കവറിലാക്കുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്താ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാത്ത, എനിക്ക് അതൊക്കെ ഒന്ന് വായിക്കണ്ടേ. അപ്പൊ എന്തായാലും ഒന്ന് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിലും ഇഷ്ടാവുന്നില്ലെങ്കിലും കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ ഏത് ടൈപ്പ് വീഡിയോസ് ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോസിൽ ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കരിക്ക് പെറുക്കി കവറിലിടുന്ന വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ തന്നെ നീ വരുമ്പോ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഒരു ഒറ്റ പോക്കായിരുന്നു കേട്ടോ ഇക്കാക്കാന്റെ. ഇത് നിങ്ങളോട് ടാറ്റ ബൈ ബൈ സീ യു പറയാനുള്ള കുറച്ച് മിറർ പ്രഹസനങ്ങളാണ്. നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ.